യേശുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്വന്തമായ മക്കളെ, തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരെ, രാജകീയ പുരോഹിതരായി അഭിഷേകം ചെയ്യപ്പെട്ടവരെ, വന്ദനവും കൃപയും മഹത്വവും സൗജന്യദാനമായി അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയവരെ, സ്വർഗത്തിൻ്റെ സകല തേജസ്സും മിശിഹായുടെ രാജ്യത്വത്തിൻ്റെ സകല പ്രാഭവവും നിങ്ങൾക്കും എനിക്കും തേൻ നുണയുന്നത് പോലെ നുണയാൻ ദൈവം അനുവദിക്കട്ടെ. സകല വിശുദ്ധരുടെയും ദൈവമാതാവിൻ്റെയും പ്രാർത്ഥന വഴി അസുലഭമായ മഹത്വത്തിൻ്റെ ഓഹരി സ്വന്തമാക്കിയവരാകാൻ നിങ്ങൾക്കും എനിക്കും ഭാഗ്യം കിട്ടട്ടെ. ദൈവാനുഭവത്തിന് വേണ്ടി ഓടുകയാണ് മനുഷ്യരെല്ലാം. ഒരു വശത്തൂടെ ദൈവം ഒരു മിഥ്യയായി കാണുന്ന ഒരു വലിയ സംഖ്യ മനുഷ്യർ, എന്നാൽ മറുവശത്ത് കേരളത്തിലും ഭാരതത്തിലുമെല്ലാം ദൈവാന്വേഷണം വർദ്ധിച്ചിട്ട് യൂറോപ്പിൽ നിന്ന് പോലും ദൈവത്തെ തേടി ഭാരത മണ്ണിലേക്ക് ആളുകൾ വരുന്നു. ഏതായാലും ഒരു ദൈവാന്വേഷണം വർദ്ധിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം എങ്ങനെ? എൻ്റെ കുഞ്ഞുനാൾ തൊട്ട് എൻ്റെ വീട്ടിലും നാട്ടിലും പാരമ്പര്യങ്ങളിലൂടെ ദൈവത്തെ അന്വേഷിച്ച ഒരു സ്പിരിച്വൽ പാട്രിമണിയുള്ള ആളെന്ന നിലയ്ക്ക് ഞാൻ പറയുക, ദൈവത്തിൻ്റെ ഇടപെടൽ എങ്ങനെ? ദൈവം കാറ്റിലൂടെ, പൂവിലൂടെ, പഞ്ചഭൂതങ്ങളിലൂടെ, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ, ദൈവിക വ്യക്തിത്വങ്ങളിലൂടെ, ദൈവിക പ്രബോധനങ്ങളിലൂടെ, വേദഗ്രന്ഥത്തിലൂടെ, ശുശ്രൂഷകളിലൂടെ എല്ലാം ഇടപെടുന്നു. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഞാൻ ചിന്തിക്കുന്നു, ഞാൻ ഇങ്ങനെ കരുതുകയാണ്, നമുക്ക് വേണ്ടത് ദൈവത്തിൻ്റെ നേരിട്ടുള്ള ഒരിടപെടലാണ്. പലപ്പോഴും മനുഷ്യൻ അത് കിട്ടുവോളം വല്ലാതെ അലയുന്നു. ദാഹനീർ തേടുന്ന വേഴാമ്പൽ പോലെ, തെളിനീര് തേടുന്ന പേടമാനെപ്പോലെ ഞാൻ നിന്നെ തേടുന്നു എന്ന് സങ്കീർത്തനം 42 പറയുന്നുണ്ട്. എൻ്റെ ചങ്കിലൊരു വറുതിയുണ്ട്, എൻ്റെ നെഞ്ചിലൊരു നീരുറവയ്ക്ക് വേണ്ടിയുള്ള കൊതിയുണ്ട്, എൻ്റെ ആത്മാവിലൊരു പിടച്ചിലുണ്ട്. എനിക്ക് എൻ്റെ ദൈവത്തെ കാണണം. ഞാൻ എപ്പോഴും എൻ്റെ ദൈവത്തെ കാണും. കണ്ടിട്ട് എനിക്കൊന്ന് മരിക്കണം ശാന്തമായി. ജീവിതം മുഴുവൻ അന്വേഷിച്ച് മടുത്ത ഒരു മനുഷ്യൻ്റെ വിലാപവും ദണ്ണവും നെടുവീർപ്പുമെല്ലാം സങ്കീർത്തനം 42 എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ നേരനുഭവങ്ങളിൽ, എൻ്റെ ജീവിതത്തിൻ്റെ കത്തിക്കാളുന്ന അനുഭവങ്ങളിൽ, എൻ്റെ ജീവിതത്തിൻ്റെ എന്നെ നശിപ്പിച്ചു കളയുന്ന അനുഭവങ്ങളിൽ എനിക്ക് നിൻ്റെ മുഖം ഒന്ന് കാണണം, നിൻ്റെ ആളത്വം ഒന്ന് കാണണം. എൻ്റെ കൺമുമ്പിൽ തൂണുപോലെ എനിക്ക് നിന്നെ കാണണം. ഇതൊരു അന്വേഷണമാണ്. വേദഗ്രന്ഥത്തിലൂടെ ഞാനും അന്വേഷിച്ചു. ദൈവമേ, നേരിട്ടൊരു ദൈവിക സാന്നിധ്യം കാണുമോ? സഹോദര, എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 2 മക്കബയർ 15:27. പക്ഷേ സഹോദരൻ, നിനക്ക് ഇതൊരു പുതിയ അനുഭവമായിരിക്കും. 2 മക്കബയർ 15:27 ദൈവം ഒരു വാഗ്ദത്തം നൽകുകയാണ്, ഒരു അഷ്വറൻസ് നൽകുകയാണ്. വചനമിതാണ്: ദൈവത്തിൻ്റെ പ്രത്യക്ഷ സഹായം, ദൈവത്തിൻ്റെ ഡിറക്റ്റ് ഇൻ്റർവെൻഷൻ, മോസ്റ്റ് ഡിറക്റ്റ് ഇൻ്റർവെൻഷൻ ജനത്തെ ആഹ്ലാദിപ്പിച്ചു. സഹോദര, ഇങ്ങനെയൊരു സംഗതിയുണ്ട്. കേട്ടറിവല്ല, നാട്ടറിവല്ല, പറഞ്ഞറിവല്ല, വായിച്ചറിവല്ല, സിദ്ധന്മാർ പറഞ്ഞിട്ടുള്ള വെളിപാടുകളല്ല. എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ നേരിട്ട് ഇടപെടും. 2 മക്കബയർ 15:27 ദൈവത്തിൻ്റെ പ്രത്യക്ഷ സഹായം ജനത്തെ ആഹ്ലാദിപ്പിച്ചു. പിന്നാമ്പുറത്തോടുള്ള സഹായമല്ല, പഞ്ചഭൂതങ്ങളിലുള്ള സഹായമല്ല, ദൈവത്തിൻ്റെ മോസ്റ്റ് ഡയറക്റ്റ് ഇൻ്റർവെൻഷൻ. അങ്ങനെ ഒരു സംഗതി ഉണ്ട് സഹോദര. 2 മക്കബയർ 15:27 ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നീ അനുഭവിക്കുന്ന ചില പടച്ചിലുകളിൽ, ഇപ്പം നീ കടന്നു പോകുന്ന ചില ക്രൈസിസുകളിൽ, ചില ഊരാക്കൊടുക്കുകളിൽ, നിനക്കൊരിക്കലും ഉത്തരമില്ലാത്ത ചില ചോദ്യശരങ്ങളുടെ മുമ്പിൽ ദൈവം നേരിട്ട് പ്രവർത്തിക്കാതെ എന്തെങ്കിലും നടക്കുമോ സഹോദര? 10 സ്നേഹിതർ വന്നാൽ, 10 ലക്ഷം രൂപ കിട്ടിയാൽ മാറിപ്പോകുന്ന ഒരു പ്രശ്നമാണോ ഇപ്പോൾ നിൻ്റെ മുമ്പിലുള്ളത്? അല്ല സഹോദര. അവർക്കൊക്കെ താങ്ങാൻ പറ്റും, ഒന്ന് തലോടാൻ പറ്റും. എന്നാൽ എൻ്റെ ഈ പ്രശ്നത്തിൽ നമ്മളിങ്ങനെ പറയാറില്ലേ, എന്നോട് അനേകര് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അച്ചു, ദൈവം തമ്പുരാൻ നേരിട്ട് വരാതെ എൻ്റെ ഈ പ്രശ്നത്തിന് ഉത്തരമില്ല. ശരിയാ, നിങ്ങൾ പറഞ്ഞതൊരു പ്രവചനമാണ്. ദൈവം നേരിട്ട് വരാതെ അഴിയുന്ന ഒരു കുരുക്കല്ലിത്. ദൈവം നേരിട്ട് വരാതെ അലിയുന്ന ഒരു പ്രശ്നമല്ലിത്. ഇത് മഞ്ഞുകെട്ട് പോലെ കിടക്കുകയാണ്. നീതി സൂര്യനായ ദൈവത്തിൻ്റെ തേജസ് ഉദിച്ചാലല്ലാതെ ഈ പ്രശ്നങ്ങളുടെ മഞ്ഞുകെട്ടി മാറിപ്പോവില്ല, നീങ്ങിപ്പോകില്ല, അഴിഞ്ഞു പോകില്ല, ഉലഞ്ഞു പോകില്ല. എന്നാൽ ദൈവം നമുക്ക് വേദഗ്രന്ഥത്തിലൂടെ ഒരു ഉറപ്പ് നൽകുകയാണ്. ദൈവത്തിൻ്റെ പ്രത്യക്ഷ സഹായം ജനത്തെ ആഹ്ലാദിപ്പിക്കും. വീണ്ടും വചനം മറിച്ചപ്പോൾ മറ്റൊരു വചനത്തിൽ എൻ്റെ കണ്ണുടക്കി. 2 ദിനവൃത്താന്തം 7:3 ആകാശത്തു നിന്ന് അഗ്നി ഇറങ്ങുന്നതും
ആകാശത്തു നിന്ന് അഗ്നി ഇറങ്ങുന്നതും ദൈവമഹത്വം ദേവാലയത്തിൽ ഉയർന്നു വരുന്നതും ജനം കണ്ടു. നിങ്ങളെന്നെ കേൾക്കുന്നുണ്ടോ സഹോദര? നിങ്ങളെന്നെ കേൾക്കുന്നുണ്ടോ? ഇതൊരു തമാശയല്ല, ഇതൊരു ഇമേജറി അല്ല, ഇതൊരു സൈക്കോളജിക്കൽ ഫീലിംഗ് അല്ല. ദൈവജനത്തിൻ്റെ നേരനുഭവമാണിത്. ആകാശത്തു നിന്നും പന്തം കൊളുത്തി താഴേക്ക് ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങുന്നു. ഇത് കൺകെട്ടിനെ കുറിച്ചല്ല, ഇത് മായാജാലമല്ല പ്രിയപ്പെട്ടവരെ. നിങ്ങൾ പാസ് എടുത്ത് കാണുന്ന ഒരു കൺകെട്ട് വിദ്യയല്ല. ജനം മുഴുവനും ഇറസ്പെക്റ്റീവ് ഓഫ് ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ്, വ്യക്തിപരമായ കാഴ്ചപ്പാടുകൾക്കപ്പുറം ദൈവജനം മുഴുവനും ആകാശത്തു നിന്നും അഗ്നി ഇറങ്ങുന്നതും ദേവാലയത്തിൽ ദൈവമഹത്വം വെള്ളം പൊങ്ങുന്നത് പോലെ, മഴവെള്ളം നമ്മുടെ കൺമുമ്പിൽ പൊങ്ങി വരുന്നത് പോലെ കൺമുമ്പിൽ കണ്ടിട്ട് ജനം ആരും പറയാതെ, ആരും നിർബന്ധിക്കാതെ ആരാധിച്ചത്രേ. സഹോദര, ദൈവാരാധന എപ്പോഴും ഒരു നേരനുഭവത്തിൽ നിന്നല്ലെങ്കിൽ അത് വേര് പിടിക്കുകയില്ല. ഞാൻ കേട്ടറിഞ്ഞൊരു സംഭവമുണ്ട്, കഥ പോലെയാണ്, എങ്കിലും അത് സത്യമുള്ള പോലെ തോന്നും. മിശിഹായെ പ്രഘോഷിച്ച ഒരു ശുശ്രൂഷകൻ നോർത്ത് ഇന്ത്യയിൽ മണ്ണെണ്ണയില്ലാതെ കരയുന്ന സമയം, മണ്ണെണ്ണ പാത്രത്തിൽ കന്നാസിൽ മണ്ണെണ്ണ ഉണ്ട് എന്ന് ഭാര്യ പറഞ്ഞു. നോക്കിയപ്പോഴുണ്ട്, പക്ഷെ പിന്നീട് നോക്കിയപ്പോൾ അറിയാതെ അത് വെള്ളമായിരുന്നു. മണ്ണെണ്ണയാണെന്ന് ഓർത്ത് കാത്തിരുന്നു. മണ്ണെണ്ണ ഇല്ലാതെ വന്നു. പഴയ കന്നാസിലെ മണ്ണെണ്ണ തീർന്നു, പുതിയ കന്നാസിൽ മണ്ണെണ്ണ ഉണ്ടെന്ന് ഓർത്തിരുന്നു. തുറന്നപ്പോൾ വെറും വെള്ളമാണ്. 400 കിലോമീറ്റർ അപ്പുറത്ത് നിന്നേ ഇനി മണ്ണെണ്ണ വരികയുള്ളൂ. വിളിച്ചു പറയാൻ വഴിയില്ല, അറിയിക്കാൻ വളരെ വിദൂരമായ വഴികളേ ഉള്ളൂ. ഇനി അറിഞ്ഞു കേട്ട് മണ്ണെണ്ണ വരാൻ 1.5 ആഴ്ച എടുക്കും. നോർത്ത് ഇന്ത്യയിലെ കാര്യമാണ് പ്രിയപ്പെട്ടവരെ. ഈ ശുശ്രൂഷകൻ, മിശിഹായെ ശുശ്രൂഷിച്ചവൻ, മിശിഹായുടെ വിശുദ്ധരെക്കുറിച്ച് ബോധ്യമുള്ളവൻ, തൻ്റെ വചനത്താൽ ഭൂമിയിൽ ചെയ്തു പോകുന്ന പരശതം സാക്ഷ്യങ്ങൾ അനുഭവമുള്ള ഈ ശുശ്രൂഷകൻ വെള്ളം മാത്രമായിരുന്ന കന്നാസിലെ വെള്ളം കമഴ്ത്തിയിട്ട്, ഒഴിഞ്ഞ കന്നാസ് എടുത്ത് ഉയർത്തിയിട്ട് ആകാശങ്ങളിലേക്ക് നോക്കി സ്വർഗപിതാവിനെ ആരാധിച്ചിട്ട് പറഞ്ഞു, ഉണ്ടാകട്ടെ. ആദിയിൽ വചനം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതുപോലെ നിസാരനായ ദൈവദാസൻ ശുശ്രൂഷകൻ ആകാശമേഘങ്ങളെ നോക്കി ദൈവത്തിൻ്റെ തേജസ്സുള്ള പരിപാലനയെ ധ്യാനിച്ചിട്ട് പറഞ്ഞു, ഉണ്ടാകട്ടെ. ആകാശഗംഗ പോലെ, കൺകെട്ടുകാരൻ തോറ്റ് തുന്നം പാടുന്നത് പോലെ ആ ഒഴിഞ്ഞ കന്നാസിൻ്റെ അകത്തളത്ത് നിന്നും ആമാശയത്തിൽ നിന്നും മണ്ണെണ്ണ ജലധാര പോലെ ഒഴുകിയെന്ന് ഒരു ആത്മസാക്ഷ്യം. പഴിച്ചു തള്ളാനും പുച്ഛിച്ചു തള്ളാനും എളുപ്പമുണ്ട്. ദൈവം നേരിട്ട് പ്രവർത്തിക്കും പ്രിയപ്പെട്ട സഹോദര. അതൊരു കേട്ടറിവല്ല, അതൊരു നാട്ടറിവല്ല. ദൈവത്തിൻ്റെ നേരിട്ടുള്ള ഒരു പ്രവൃത്തി ഉണ്ടാകാതെ എൻ്റെയും നിൻ്റെയും പ്രശ്നങ്ങൾക്ക് ഉത്തരം നോക്കിയിട്ട് കാര്യമില്ല. പുറപ്പാട് 33:17, നീ ആവശ്യപ്പെട്ട ഈ കാര്യം ഞാൻ നിനക്ക് സാധിച്ചു തരും. മോശയോട് ദൈവം പറയുക, എത്ര കൃത്യമാണ് മോശേ, നീ ഭയപ്പെടേണ്ട, നീ ആവശ്യപ്പെട്ട ഈ കാര്യം ഞാൻ നിനക്ക് സാധിച്ചു തരും. ഞാനാ പറയുന്നത്, കാരണം എനിക്ക് നിൻ്റെ മനസ്സറിയാം, എനിക്ക് നിന്നെ നന്നായി അറിയാം. സഹോദര, നിൻ്റെ പ്രശ്നങ്ങളെ നോക്കി കർത്താവ് ഈ വചനം പറയുന്നത് കേൾക്കാൻ നിനക്ക് പറ്റിയാൽ നീ രക്ഷപ്പെട്ടു. ദൈവത്തിൻ്റെ ഈ വചനം കേൾക്കാൻ പറ്റിയാൽ നിൻ്റെ കാതുകളിൽ, എൻ്റെ കാതുകളിൽ ദൈവം ചാഞ്ഞ് ചെരിഞ്ഞ് താഴെ വന്നിട്ട് സ്വന്തം സ്നേഹിതനെ പോലെ തോളത്ത് കൈയിട്ടിട്ട് ഇന്ന് പറഞ്ഞാൽ സ്വർഗം നിനക്ക് തരുന്ന അഭിഷേകം എത്ര വലുതായിരിക്കും. സഹോദര, നീ ആവശ്യപ്പെട്ട ഈ കാര്യമുണ്ടല്ലോ, ഞാൻ സാധിച്ചു തരും. എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു, എനിക്ക് നിന്നെ നന്നായി അറിയാം. പുറപ്പാട് 33:17 അഭിഷേകത്താൽ നേരിട്ടുള്ള ദൈവ സാന്നിധ്യം. സഹോദര, നമ്മുടെ കൂടെ ഒരു സ്നേഹിതൻ യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു നേരനുഭവമാണ്. പുതുമഴ നനയാൻ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചപ്രം ചിപ്രം ഓടി നടക്കുമ്പോൾ പുതുമഴത്തുള്ളികൾ ശിരസിൽ വന്ന് തെറിച്ചു പോകുമ്പോൾ ഒരു നേരനുഭവം. ഉച്ചയ്ക്ക് വെയിലത്ത് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ ചുടുവേനലും ചുടുവെയിലും നെറുകയിൽ ചന്ദനത്തൈലം ഒഴിക്കുന്നത് പോലെ ചൂട് കുറുകി ഒഴുകുമ്പോൾ ചൂടൊരു നേരനുഭവമാണ്. അതൊരു കേട്ടറിവല്ല, അതൊരു പറഞ്ഞറിവല്ല. ഒരു ഐസ് കട്ട വിഴുങ്ങുമ്പോൾ ആമാശയത്തിലേക്ക് ഇറങ്ങുന്ന അതിശൈത്യം ഒരനുഭവമാണ്, അത് പറഞ്ഞറിവല്ല. കർത്താവ് ഇന്ന് നിനക്ക് നൽകുന്ന അഷ്വറൻസ് ഇതാണ്, ഞാൻ നിൻ്റെ ജീവിതത്തിൽ നേരിട്ട് ഇടപെടും. കേട്ടറിവല്ല ഞാനൊരു നാട്ടറിവല്ല, ഞാനൊരു വായിച്ചറിവല്ല, ഞാനൊരു ഇമേജറി അല്ല, ഒരു ഊഹക്കഥയല്ല നിൻ്റെ യേശു,
ഒരു ഊഹാപോഹമല്ല നിൻ്റെ കർത്താവ്. നിൻ്റെ ജീവിതത്തിൽ നേരിട്ട് തൊടും. ചിലപ്പോഴെങ്കിലും നമ്മുടെ പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മാല കാണാതെ പോയി, സ്വർണ്ണമാല കാണാതെ പോയി, തപ്പിത്തെറിഞ്ഞ് അലഞ്ഞു തിരിഞ്ഞ് നെഞ്ചത്തടിച്ചിട്ടെങ്കും സ്വർണ്ണമാല കാണുന്നില്ല. ആ നിലവിളി ആകാശങ്ങളിലേക്ക് എത്തുന്നു. കാരണം സാധു സ്ത്രീക്കുള്ള ഏക സ്വർണ്ണമാലയാണിത്. വെച്ചടം നോക്കാൻ പറയുന്നു, വെച്ചടം നോക്കുന്നു. അലമാരി തിരിച്ചിടുന്നു, മറിച്ചിടുന്നു, അഴിച്ചിടുന്നു, പിന്നെയും തട്ടിമുട്ടി നോക്കുന്നു. ഓരോ ഡ്രോയറും പരിശോധിക്കുന്നു, തിരിച്ചെടുക്കുന്നു, താക്കോലിട്ട് വീണ്ടും തുറക്കുന്നു, തൂത്ത് നോക്കുന്നു, പഞ്ഞിയിട്ട് നോക്കുന്നു, വസ്ത്രങ്ങൾ മാറ്റിമറിച്ച് നോക്കുന്നു, വീണ്ടും ചൂലുകൊണ്ട് അടിച്ചു നോക്കുന്നു, എവിടെയെങ്കിലും ഒട്ടിപ്പിടിച്ചിട്ടുണ്ടോയെന്നറിയാം. ഇവിടെ ഒന്നും കാണുന്നില്ല. ഈ അമ്മ കണ്ണുനീരോടെ ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥന വയ്ക്കുന്നു. അവരോട് സ്വന്തക്കാർ വന്ന് പറയുന്നു, ചേച്ചി, സഹോദരി, അമ്മച്ചി, ആ വെച്ചടത്ത് നോക്ക്. അപ്പോൾ അവർ പറയുന്നു, എൻ്റെ സഹോദര അങ്ങനെ പറയരുത്, ഞാൻ എൻ്റെ അലമാരി 3 വട്ടം നോക്കി, അവിടെയെങ്ങും അവിടെയെങ്ങും അതില്ല. എങ്കിലും ദൈവത്തിൽ ആശ്രയിച്ചിട്ട് സഹോദരങ്ങൾ പറഞ്ഞത് വിശ്വസിച്ചിട്ട് ഈ അമ്മ വീണ്ടും ഈ അലമാരി നോക്കുമ്പം, എൻ്റെ ദൈവമേ, വെച്ചടത്ത് തന്നെ സംഗതി ഇരിക്കുന്നു, മാലയിരിക്കുന്നു. ഇത്തരം ചെറിയ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ലഭിച്ചിട്ടുണ്ട്. നാം അതിനെ ദൈവാനുഭവമായി കണ്ടിട്ടില്ലെന്ന് മാത്രം. ആരാ ഈ മാല ഇവിടെ തിരിച്ചു കൊണ്ടുവച്ചത്? ഞാൻ നിങ്ങളെ അന്ധവിശ്വാസം പഠിപ്പിക്കുകയല്ല, ഞാൻ നിങ്ങളെ ദൈവത്തെ പരീക്ഷിക്കാൻ പഠിപ്പിക്കുകയുമല്ല. ചില ദുരനുഭവങ്ങളിൽ നമ്മൾ പടയുമ്പം ദൈവം നേരിട്ട് നമ്മെ തൊടുന്നത് നമ്മൾ ഓർക്കാറില്ല. നമ്മൾ എന്നിട്ട് പറയും, ദൈവമേ, ഞാൻ അവിടെയെല്ലാം നോക്കിയതാണ്, ഒടുവിൽ ഞാൻ വെച്ചെടുത്ത് തന്നെ ഇരിപ്പുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നാം കേൾക്കുന്നു, ആദം ദൈവത്തിൻ്റെ കൂടെ ഉലാത്തിയെന്ന്. ഇത് വെറൊരു ഇമേജറി പോലെ നാം കഥ പോലെ കണ്ട് മറന്നു പോവുകയാണ്. കഥാഭാഷയിലായിരിക്കാം, ഇമേജറിയുടെ വാഗ്മയ ധോരണിയിലായിരിക്കാം ആ വിവരണം, അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ ദൈവം കൂടെ നടന്നു എന്നത്, ഉലാത്തി എന്നത്, സായന്തനത്തിൽ കഥ പറഞ്ഞ് ആദത്തിൻ്റെ പാട്ട് കേട്ട് തോളത്ത് കൈവച്ച് നടക്കുന്ന ഒരു സ്നേഹിതനെ പോലെ ദൈവം കൂടെ നടന്നു എന്നത് ഇന്നും നാം അനുഭവിക്കാതെ പോകുന്ന ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ ആധ്യാത്മികത മുരടിച്ചു പോകുന്നതിൻ്റെ കാര്യം കേട്ടറിവുകളിൽ നമ്മൾ തുള്ളിപ്പോകുന്നവരാണ്. ഒരാൾക്കൊരു ദൈവാനുഭവം ഉണ്ടായി, അയാളുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ ഒരു ആനന്ദം, അതിനപ്പുറം നേരിട്ട് ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടും എന്ന് അവകാശപ്പെടാൻ പറ്റാത്തതാണ് നമ്മുടെ പാളിച്ച. കർത്താവാദത്തിൻ്റെ തോളത്ത് കൈയിട്ടെങ്കിൽ സഹോദര, നിൻ്റെ നാശത്തിലും നിൻ്റെ നൊമ്പരത്തിലും നിൻ്റെ തകർച്ചയിലും നിൻ്റെ തോളത്ത് കൈവയ്ക്കും. രക്ഷിക്കാൻ കഴിയാത്ത വിധം എൻ്റെ കൈ കുറുകിയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം എൻ്റെ ചെവിക്ക് മാന്യമൊന്നുമില്ല എന്ന് പറഞ്ഞവൻ മരിച്ചിട്ടില്ല സഹോദര. രക്ഷിക്കാൻ കഴിയാത്ത വിധം ഏത് അന്റാർട്ടിക്കായാലും, നാശത്തിൻ്റെയും നിരാശയുടെയും വേദനയുടെയും ഏത് ആർട്ടിക്കായാലും, മഞ്ഞുമലയിലും നീ അകന്ന് മരവിച്ച് നിൽക്കുമ്പോഴും നിൻ്റെ തോളത്ത് കൈതൊട്ട് നേരിട്ടാ ദൈവം പറയുന്നത്. അതുകൊണ്ടല്ലേ ലേഖനങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നത്, പണ്ടൊക്കെ പ്രവാചകർ വഴിയും, പണ്ടൊക്കെ നീതിമാന്മാർ വഴിയും എഴുത്തുകാർ വഴിയും സംസാരിച്ചു, എന്നാൽ ഈ അവസാന കാലഘട്ടത്തിൽ ദൈവം നേരിട്ട് തൻ്റെ മകനിലൂടെ സംസാരിച്ചു. സഹോദര, എന്തിനാ ദൈവം നേരിട്ട് മകനിലൂടെ സംസാരിച്ചത്? നേരിട്ട് സംസാരിച്ചതിൻ്റെ അർത്ഥം, നിൻ്റെ ദൈവം ഒരു ഊഹക്കഥയല്ല, ഒരു പുസ്തകം വായിച്ച് സ്വന്തമാക്കിയ ഒരു അനുഭവ സ്രോതസ്സല്ല നിൻ്റെ യേശു. നിൻ്റെ യേശുവിൻ്റെ അസ്തിത്വം ഉറപ്പിക്കാൻ നിനക്ക് കഥകളോ ഉപകഥകളോ സാക്ഷ്യങ്ങളോ ആവശ്യമില്ല. നിനക്ക് ചുറ്റും സാക്ഷികളുടെ നിരയുണ്ടായിരിക്കും, പക്ഷേ നിൻ്റെ വിശ്വാസത്തെ ജ്വലിപ്പിക്കേണ്ടത് യേശുവിൻ്റെ നേരനുഭവമാണ്. നീ ഇങ്ങനെ പറയണം സഹോദര, കർത്താവേ, ആദത്തെപ്പോലെ എൻ്റെ ജീവിതത്തിൻ്റെ പൂങ്കാവനത്തിൻ്റെ ഊടുവഴികളിലൂടെ ഞാൻ ഒറ്റയ്ക്ക് നടക്കുന്നവനാണ്. എനിക്കാരുമില്ല കർത്താവേ, എല്ലാവരും ഉണ്ട്. ചുറ്റുപാടും നോക്കുമ്പം ആപ്പിൾ മരങ്ങളും ചെടികളും പുഴുക്കളും മത്സ്യങ്ങളും ഒക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ടെങ്കിലും എൻ്റെ ജീവിത ചക്രത്തിൻ്റെ ഉള്ളിൽ, ദ മിലി ഓഫ് മൈ ലൈഫ്, ജീവിതത്തിൻ്റെ മേഖലയിൽ ഞാൻ ഒറ്റയ്ക്കാണ് കർത്താവേ. സത്യത്തിൽ എല്ലാവരും ഉണ്ട്, കൂടെ പാടാനും ചിരിക്കാനും ഒക്കെ ഉണ്ട്, പക്ഷേ ഉറങ്ങുമ്പോഴും ഒറ്റയ്ക്കിരിക്കുമ്പോഴും ഞാൻ അറിയുന്നു ഞാൻ ഒറ്റയ്ക്കാണ്. നിൻ്റെ ദൈവം നേരിട്ട് നിന്നിൽ ഇടപെടും. ദൈവം നേരിട്ട് ഇടപെടുന്ന ഒരു അനുഭവം വരാതെ ജീവിതത്തിലൊരു മുന്നേറ്റം നിനക്ക് സാധ്യമല്ല സഹോദര. ഇന്ന് വരെയുള്ള ആധ്യാത്മിക ജീവിതം സാച്ചുറേറ്റഡ് ആയി പോയതിൻ്റെ കാര്യം, ഇന്ന് വരെയുള്ള നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ചൂടും ഒരു തിളപ്പും ഒരു പ്രാഭവും പ്രകാശവും ഒരു ബലവും ഒരു മിടിപ്പും ഒരു താളവും ഇല്ലാത്തതിൻ്റെ കാര്യം കേട്ടറിവുകളാണ് നിൻ്റെ ആധ്യാത്മികയുടെ ബലം. നിൻ്റെ ചവിട്ടുപടിയെല്ലാം വായിച്ചറിവും കേട്ടറിവും പറഞ്ഞറിവുമാണ്. എന്നാൽ നിൻ്റെ കർത്താവ് നേരിട്ടൊരു പ്രവൃത്തി ചെയ്യും.
2 മക്കബയർ 15:27. നിന്റെ ഒരു പ്രവൃത്തി കാണണം എൻ്റെ കർത്താവേ, നേരിട്ടുള്ള പ്രവൃത്തി കാണണം. കേട്ടറിവ് പോരാ, നാട്ടറിവ് പോരാ, വെറും അത്ഭുതങ്ങൾ പോരാ, രോഗശാന്തി പോരാ. നിന്റെ ഒരു പ്രവൃത്തി കാണണം എൻ്റെ കർത്താവേ, നേരിട്ടുള്ള പ്രവൃത്തി കാണണം. നിന്റെ ഒരു പ്രവൃത്തി കാണണം എൻ്റെ കർത്താവേ, നേരിട്ടുള്ള പ്രവൃത്തി കാണണം. കൂടെ ഒരു സ്നേഹിതൻ യാത്ര ചെയ്യുന്ന പോലെ, നല്ല ഒരു സ്നേഹിതൻ തോളത്തു തട്ടുന്ന പോലെ, നേരിട്ടുള്ള സ്നേഹം നൽകണമേ നാഥ. മറ്റൊന്നുമേ വേണ്ട, വേറൊന്നുമേ വേണ്ട. നല്ല ഒരു സ്നേഹിതൻ തോളത്ത് തട്ടുമ്പം നാം അനുഭവിക്കുന്ന നേരനുഭവമുണ്ടല്ലോ. കൂടെ ഒരു ആത്മസ്നേഹിതൻ അടുത്ത സീറ്റിൽ തൊട്ടടുത്ത് തൊട്ടൊരുമി ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ നാം അനുഭവിക്കുന്ന ഒരു ബോഡി ഹീറ്റ് ഉണ്ടല്ലോ. അതിലും കൃത്യമായി ദൈവം എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ ഇടപെടണം. അവൻ വിണ്ണിലിരുന്നുറങ്ങുന്ന ദൈവമല്ല. മണ്ണിലെ മക്കളെ കാണുമ്പോൾ മുഖം തിരിക്കുന്ന ഒരു യാത്രക്കാരനുമല്ല. നിൻ്റെ ഒരു പ്രവൃത്തി കാണണം കർത്താവേ. എനിക്ക് നിൻ്റെ നേരിട്ടുള്ള ഒരു പ്രവൃത്തി കാണണം. എനിക്ക് കേട്ടറിവ് വേണ്ട, അതൊക്കെ ഞാൻ മടുത്തു. എനിക്ക് പറഞ്ഞറിവ് വേണ്ട. വെയിലത്ത് നിൽക്കുമ്പോൾ ചൂടേൽക്കുന്നത് പോലെ, മഞ്ഞത്ത് നിൽക്കുമ്പോൾ തണുവേൽക്കുന്നത് പോലെ, കാറ്റത്ത് നിൽക്കുമ്പോൾ ശരീരത്തിൽ കുളിര് കോരുന്നത് പോലെ നിൻ്റെ നേരിട്ടുള്ളൊരു സാന്നിധ്യം ഉണ്ടാകണം. നമുക്കൊന്ന് കണ്ണുകൾ അടയ്ക്കാം സഹോദരി. കർത്താവേ, എളിയവരും നിസ്സാരരുമായ ഞങ്ങൾ കണ്ണുനീരോടെ നിൻ്റെ സന്നിധിയിലിരിക്കുന്നു. ഞങ്ങൾക്ക് ദൈവാനുഭവം കേട്ടറിവാകാൻ പാടില്ല. ഇനി മുതൽ ഞങ്ങൾക്ക് ദൈവാനുഭവം നാട്ടറിവല്ല, ഞങ്ങൾക്ക് യേശു അനുഭവം വായിച്ചറിവല്ല. ദൈവമാതാവായ മറിയം നിന്നെ കയ്യിലെടുത്തതുപോലെ, തൊട്ടതുപോലെ, ലാളിച്ചതുപോലെ, ഉമ്മ വെച്ചതുപോലെ നേരിട്ടുള്ള സാന്നിധ്യം നൽകി നിൻ്റെ സഭയെ അനുഗ്രഹിക്കണം. കർത്താവേ, നീ ഒരു കൺകെട്ടും മായാജാലവും അല്ലെന്നും ലോകം അറിയാനിടവരട്ടെ. ഞങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങളിൽ ഞങ്ങൾ ആധി പിടിച്ചലയുമ്പം ഞങ്ങൾക്ക് നേരിട്ട് നിൻ്റെ മുദ്ര വേണം. നിൻ്റെ ഒരു പ്രവൃത്തി കാണണം എൻ്റെ കർത്താവേ, നേരിട്ടുള്ള പ്രവൃത്തി കാണണം. നിൻ്റെ ഒരു പ്രവൃത്തി കാണണം എൻ്റെ കർത്താവേ, നേരിട്ടുള്ള പ്രവൃത്തി കാണണം. കേട്ടറിവ് പോരാ, നാട്ടറിവ് പോരാ, വെറും രോഗശാന്തി പോരാ, വെറും അത്ഭുതങ്ങൾ പോരാ. എനിക്ക് വെറും അത്ഭുതങ്ങൾ മാത്രം കിട്ടിയാൽ പോരാ. എന്നെ തൊടുന്ന ദൈവിക സാന്നിധ്യമായി നീ ഇറങ്ങി വരുന്നത് കാണാൻ ഞാൻ അവകാശം പറയുന്നു കർത്താവേ. എന്നെപ്പോലെ പിടയുന്ന അനേകരുടെ ജീവിതത്തിൽ നിൻ്റെ കരം നീട്ടണം. നീ വാക്ക് പറഞ്ഞതുപോലെ നിനക്ക് തൊടാൻ പറ്റാത്ത വിധം ദൂരത്തല്ല ഞാൻ, നിനക്കിടപെടാൻ പറ്റാത്തൊരു പ്രശ്നത്തിലല്ല ഞാൻ. ഈ കെട്ടുപണഞ്ഞ പ്രശ്നത്തിലും നിൻ്റെ കൈ എനിക്ക് ചിന്തിക്കാനാവാത്തൊരു പ്രവൃത്തി ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അനന്തനാമത്തിൽ, യേശു എന്ന ഏകരക്ഷകൻ്റെ നാമത്തിൽ ഈ മഹത്വവും ഈ പ്രകാശവും ഈ സാന്നിധ്യവും നിങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കാൻ നമ്മുടെ യേശു ഇടവരുത്തും. കർത്താവിൻ്റെ മഹത്വം അതിനിടയാക്കട്ടെ. കർത്താവിൻ്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു എന്ന ഏകരക്ഷാ നാമത്തിൽ, പിതാവിൻ്റെ നാമത്തിൽ, പരിശുദ്ധ റൂഹയുടെ നാമത്തിൽ നിങ്ങൾക്ക് അവകാശപ്പെട്ട സൗഖ്യം കർത്താവ് നിങ്ങളുടെ കൺമുമ്പിൽ കൊണ്ടുവയ്ക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടുന്ന പോരാട്ട വീര്യം, ആധ്യാത്മിക ശക്തി നിങ്ങൾക്ക് കൊണ്ടുവന്ന് കർത്താവ് നേരിട്ട് വയ്ക്കട്ടെ. എലിയ പ്രവാചകന് മുമ്പിൽ കാക്ക കൊണ്ടുവന്ന് അപ്പം വെച്ചതുപോലെ ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളുടെ കൺമുമ്പിൽ കൊണ്ടൊരു നേരിട്ടൊരു പ്രവൃത്തി ചെയ്യട്ടെ. അത് കണ്ട് നിൻ്റെ ജീവിതത്തിൻ്റെ നദിക്കരയിലിരുന്ന് ദൈവത്തെ സ്തുതിക്കാൻ ദൈവം നിനക്ക് നാവും ശക്തിയും നൽകട്ടെ. ആമേൻ.